എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് സന്തോഷം നൽകിയത് ഈ വാർത്തയാണ്. കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ഒരു ടീമിന്റെ വിജയത്തിൽ താരങ്ങളല്ല, ടീമിന്റെ ഒത്തൊരുമയാണ് എന്ന് തെളിയിച്ച മത്സരങ്ങളാണ് ഈ രഞ്ജി ട്രോഫിയിൽ നമ്മൾ കണ്ടത്. ഗുജറാത്ത് കുതിക്കുകയായിരുന്നു. മൂന്നാം ദിവസം കഴിയുമ്പോൾ ഗുജറാത്തിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോർ 238-1. അതായത് കേരളത്തിന്റെ പകുതിയിലേറെ റൺസ് ഗുജറാത്ത് 9 വിക്കറ്റ് ശേഷിക്കെ നേടിക്കഴിഞ്ഞിരുന്നു. നാലാം ദിവസം ഫസ്റ്റ് ഡ്രിങ്ക്സ് ബ്രേക്ക് വരെ കളി ഗുജറാത്തിന്റെ വരുതിയിലായിരുന്നു. ആ സമയത്ത് പ്രിയങ്ക് പഞ്ചാലൊക്കെ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്. നാലാം ദിവസം തന്റെ കണിശമായ ബോളിങ്ങിലൂടെ ജലജ് സക്സേന ഗുജറാത്തിന് തലവേദന നൽകിയെങ്കിലും ജമീത് പട്ടേലിന്റെയും സിദ്ധാർത്ഥ് ദേശായിയുടെയും ശക്തമായ ചെറുത്തുനിൽപ്പ് അഞ്ചാം ദിവസം ലീഡ് നേടാൻ ഗുജറാത്തിന് കേവലം 28 റൺസ് മാത്രമായിരുന്നു വേണ്ടി വന്നത്. പാറ പോലെ ഉറച്ചു നിന്ന ജമീത് പട്ടേലും സിദ്ധാർത്ഥ് ദേശായിയും ക്രീസിൽ തന്നെ ഉണ്ടായിരുന്നു. അഞ്ചാം ദിവസം 7-8 വിക്കറ്റ് വീണു. പക്ഷെ ഗുജറാത്ത് പിടിവിട്ടില്ല. പ്രിയൻജിത് സിംഗും അർസൻ നഗസ്വാലയും പിടിച്ചു നിന്നു. ലാസ്റ്റ് വിക്കറ്റ് പ്രിയൻജിത് സിംഗ് ആദിത്യ സർവാത്തെ പന്തെറിഞ്ഞു. പ്രിയൻജിത് സിംഗിന്റെ ബാറ്റിൽ തട്ടി സൽമാൻ നിസാറിന്റെ നെറ്റിക്ക് കൊണ്ടു സച്ചിൻ ബേബി ക്യാച്ച് എടുത്തു. 2 റൺസിന്റെ ലീഡ് കേരളത്തിൽ. അസറുദ്ദീന്റെ കിടുക്കാച്ചി സെഞ്ചുറിയും സൽമാൻ നിസാറിന്റെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും അർദ്ധ സെഞ്ചുറികളും കേരളത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് കേരളത്തിന് അവകാശപ്പെടാൻ നമ്മളുടെ സ്വന്തം അസറുദ്ദീനും സച്ചിനും സക്സസ്ഫുൾ ആക്കാൻ സക്സേനയും ഉണ്ട്. പിന്നെ ഫൈനലിൽ നമ്മൾ എന്തിനു പേടിക്കണം? ആരായാലും വരട്ടെ, ഈ രഞ്ജി ട്രോഫി കേരളത്തിനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്.